കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു സ്വർണ്ണ തിളക്കം കണ്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവം പറഞ്ഞയച്ച ഒരു ദൈവദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങ് ആരാണ്? ഞാനാണ് ഗബ്രിയേൽ മാലാഖ, ദൈവദൂതനാണ്. കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. നീ ഭാഗ്യവതിയാണ്. ഒരു പ്രധാനപ്പെട്ട ദൗത്യം നിറവേറ്റാൻ ദൈവം നിന്നെയാണ് തിരഞ്ഞെടുത്തത്. നിനക്ക് താമസിക്കാതെ ഒരു കുഞ്ഞ് പിറക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും. ജനങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മനുഷ്യരാശിയെ രക്ഷയിലേക്ക് നയിക്കും. യഹൂദന്മാരുടെ രാജാവ് എന്നറിയപ്പെടും. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഔസേപ്പ് മറിയയും വിവാഹം കഴിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം അവർ നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് യാത്രയായി. മറിയ കഴുതപ്പുറത്തിരുന്നു. ഔസേപ്പ് കൂടെ നടന്നു. ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യാൻ മറിയ വിഷമിച്ചു. അവിടെ എത്തിയപ്പോൾ മാതാവിന് പ്രസവത്തിനുള്ള സമയമായി. അവർക്ക് താമസിക്കാനൊരിടം കിട്ടിയില്ല. അവർ പശുക്കൾക്കായുള്ള ഒരു തൊഴുത്തു കണ്ടു. നക്ഷത്രങ്ങൾ തിളങ്ങുന്ന മനോഹരമായ ആ രാത്രിയിൽ അവിടെ വെച്ച് മറിയ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ദൈവദൂതന്റെ പ്രവചനം സത്യമായതിൽ അവർ സന്തോഷിച്ചു. കുറച്ചകലെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുടെ മുൻപിൽ സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്നു ജനിച്ചിരിക്കുന്നു. ആട്ടിടയന്മാർ അവിടേക്ക് ഓടിച്ചെന്നു. യേശുവിൻ്റെ മുൻപിൽ അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പൗരസ്ത്യ ദേശത്തു നിന്നുള്ള 3 ജ്ഞാനികൾ മരുഭൂമിയിലൂടെ കടന്നു പോകുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് കിഴക്ക് പ്രകാശമേറിയ ഒരു നക്ഷത്രത്തെ കണ്ടു. ലോകരക്ഷിതാവായ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചു എന്നവർക്ക് മനസ്സിലായി. അവർ ആ നക്ഷത്രത്തെ പിന്തുടർന്നു. ഒടുവിൽ പശുത്തൊഴുത്തിൽ കിടക്കുന്ന യേശുവിൻ്റെ അരികിലെത്തി. അവർ കുമ്പിട്ട് ആരാധിച്ചു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം.